ഹായ് ഗൈസ്, ഞാൻ നിങ്ങളെ സ്വന്തം അഖിൽ. ഞാൻ ഇപ്പോൾ വന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു കമൻറ്റ് കണ്ടില്ലേ? ഇത് പറഞ്ഞു ഒരു കമൻറ്റ് ഇട്ടതിന് കമൻറ്റ് വരെ ഹൈഡാക്കും വിചാരിച്ചില്ല. ഞാനത് ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ കമൻറ്റിൽ പറഞ്ഞ പോലെ ഞാൻ ഹൈഡ് ചെയ്ത് അവരിട്ട കമൻറ്റ് ഞാൻ ഹൈഡ് ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരിക്കലും പോസിറ്റീവ് കമൻറ്റ് മാത്രം പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീഡിയോ ഇടാറ്. എൻ്റെ വീഡിയോയിൽ മൊത്തം പോസിറ്റീവ് കമൻറ്റേ വരാവൂ അങ്ങനെ ഞാൻ വിചാരിക്കില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലം ഇട്ട വീഡിയോസിനൊക്കെ അധികം ഭൂരിപക്ഷവും മാക്സിമം എനിക്ക് പോസിറ്റീവ് കമൻസേ വരാറുള്ളൂ. ഒന്നോ രണ്ടോ നെഗറ്റീവ് വന്നാലേ. അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെയാണ് ഞാൻ പിന്നെയും ഓരോ വീഡിയോസും ഇടാറ്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഇങ്ങനത്തെ നല്ല നല്ല കമൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാറ്. ഫുള്ള് നെഗറ്റീവ് കമൻസ് ആണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാറേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ പിന്നെയും ഇടാറ്. അപ്പോൾ ഈ കമൻറ്റിന് ഇവിടെ ഈ ഹൈഡാക്കിയ കമൻറ്റ് എന്ന് പറയുന്നതിന് ഞാൻ അത് റീപ്ലൈ കൊടുത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച കമൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഭാഗ്യമുണ്ട്, ഞാൻ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ആ കമൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അവരെന്നെ അത് ഞാൻ ഹൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് അതിന് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇവിടെ കാണിക്കാം. ഇതായിരുന്നു ആ കമൻറ്റ്. പ്ലീസ് ഡോണ്ട് പോസ്റ്റ് സച്ച് തിങ്സ് ബ്രോ. ചില റിലേറ്റീവ്സിൻ്റെ ഒക്കെ വിചാരം നമുക്കെല്ലാം ഫ്രീ ആണ് എന്നാണ്. അവന് ഫാമിലി ലൈഫില്ല, മക്കളുടെ കൂടെയുള്ള ലൈഫില്ല. എന്നാലും പറയും അവന് ഗവൺമെൻറ് ജോബില്ലേ, വേറെ എന്ത് വേണം, മറ്റവന് അതില്ലല്ലോ. അവൻ്റെ ഉള്ളിലെ സങ്കടം അവന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഇവിടുന്ന് എനിക്ക് ആർമിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആ വീഡിയോ ഇട്ടത് വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ആർമിയിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി നിർഭാഗ്യവശാൽ വീൽ ചെയറിലായി. അപ്പോൾ വീൽ ചെയറിലായിട്ടും എനിക്ക് എൻ്റെ കൂടെ ആർമി എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ഇത്രയും വെൽഫെയർ തരുന്നുണ്ട്. എനിക്ക് നല്ല എല്ലാ സോൾജേഴ്സിനും ഇത്രയും ആർമിയിൽ വെൽഫെയർ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറ്റിയാലും ആക്സിഡൻറ്റോ നമ്മൾ എന്ത് ആർമിയിൽ നിന്ന് സംഭവിച്ചാലും നമ്മളങ്ങനെ ഒഴിവാക്കില്ല. കൂടെ ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ ആർമി ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എനിക്കിവിടെ കിട്ടുന്ന വെൽഫെയർ, ഇപ്പോഴും എനിക്ക് ഈ വെൽഫെയർ കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇത് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, ഫ്രീ ആയി കിട്ടുന്നുണ്ട്, അതൊന്നും നിങ്ങളെ കാണിക്കാനോ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. എനിക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഇപ്പോഴും ആർമി തരുന്നുണ്ട് എന്ന് കാണിക്കാൻ മാത്രമാണ്. പിന്നെ എൻ്റെ ഇവിടുത്തെ ആർമി ലൈഫ് കണ്ടിട്ട് ആരും ആർമീനെ വിലയിരുത്തരുത്. കാരണം എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കുറേ. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസും ഞാൻ വീൽ ചെയറിൽ ഓൾറെഡി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെയാണ് ആർമിയിലുള്ളപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ഫ്രീഡം കിട്ടുന്നത്, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാം ഇപ്പോൾ കിട്ടുന്നത് എൻ്റെ ഈ ലിമിറ്റേഷൻസ് കൊണ്ടാണ്. അപ്പോൾ ആർമീൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പിന്നെയും അവിടുത്തെ ഡ്യൂട്ടീൻ്റെ പ്രഷറോ ലോഡോ ഒക്കെ തന്നാൽ അത് എനിക്ക് താങ്ങൂല എന്നറിയാം. അതുകൊണ്ട് കൂടിയാണ് എന്നെ കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടിട്ട് എനിക്കിവിടെ എൻ്റെ കോഴ്സ് ചെയ്താൽ മതി, എൻ്റെ ഗെയിം നോക്കിയാൽ മതി, എൻ്റെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും നോക്കിയാൽ മതി. പക്ഷേ ഞാനും മുന്നേ 2018 ജോയിൻ ചെയ്ത് 1.5 വർഷം ട്രെയിനിങ് ചെയ്ത് 1.5 വർഷം പഞ്ചാബിൽ ഡ്യൂട്ടി നോക്കിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ആർമീൻ്റെ കാര്യം മുന്നേ എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അനുഭവിക്കാണ്ട് ഞാൻ നേരെ വീൽ ചെയറിൽ ഇരുന്നിട്ട് എല്ലാ സൗകര്യവും വാങ്ങിയിട്ട് വെറുതെ കുത്തിരിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇതെല്ലാ കഷ്ടപ്പാടിലും കൂടെ അനുഭവിച്ച് വന്നിട്ടാണ് ഞാൻ നേടിയിട്ടാണ് ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത്. ഇപ്പം എന്നെ കൊണ്ട് പഴയതുപോലെ ഡ്യൂട്ടി നോക്കാൻ പറ്റില്ല, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ കോഴ്സും നോക്കിയിട്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ് ആർമി ലൈഫ് എന്നല്ല. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടല്ല ഞാൻ ഇവിടുത്തെ എൻ്റെ എൻജോയ്മെൻറ്റ്സ് ഇതൊക്കെ കണ്ടിട്ട് ആർമീനെ ഒരിക്കലും വിലയിരുത്തരുത്. ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇടുന്നത്, എൻ്റെ സന്തോഷങ്ങൾ ഞാൻ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്ക് മോട്ടിവേഷൻ ആവുന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവർക്ക് മാത്രമല്ല, അങ്ങനെ കുറേ കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ച് മോട്ടിവേഷനാണ്. അത് പറഞ്ഞവരുണ്ട്, എനിക്ക് മെസ്സേജും അയക്കാറുണ്ട്, നിങ്ങളെ വീഡിയോസൊക്കെ മോട്ടിവേഷനാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഇതൊക്കെ പറയുന്നതുകൊണ്ട് കൂടെ തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യാറ്. അപ്പോൾ ഇത്രയും മോട്ടിവേഷനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ചെയ്യാനേ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞതിൽ എനിക്ക് ഇന്നെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് ആർമിയിൽ ഇത്രയും വെൽഫെയർ തരുന്നത് എന്തിനോടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് ഈ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ച പോലെ ഇവിടുന്ന് ഞങ്ങൾക്ക് സാധനങ്ങൾ ഇഷ്യൂ കിട്ടുന്നുണ്ട്. ഇതൊക്കെ തരുന്നത് എന്തുകൊണ്ടാണ്, ഇതെന്തിനാണ് തരുന്നത്? വെറുതെ ഞങ്ങൾ ഇരുന്നിട്ട് വെറുതെ തരുന്നതല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ കഷ്ടപ്പാട്, ഒരു ജവാൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ജവാൻ്റെ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി, അവരുടെ കൂടെ നിൽക്കുന്നവർ എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. മുന്നേ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനും 2018 കയറിയപ്പോൾ 1.5 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ട്രെയിനിങ് ചെയ്തത്. അത്രയും ഹാർഡാണ് ആർമീൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ഹാർഡാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു രാജ്യത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡ് ട്രെയിനിങ് തരണം. നമ്മളെ മനസ്സ് എന്തിനും തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അതിനാണ് അത്രയും ഹാർഡ് ട്രെയിനിങ് ചെയ്യുന്നത്. അത്രയും തന്നാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ബോർഡറിലൊക്കെ പോയാൽ നമ്മൾ എതിരാളികൾ വരുമ്പോൾ തിരിഞ്ഞോടുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ചെയ്തത്. 1.5 കൊല്ലം അത്രയും ഹാർഡ് ട്രെയിനിങ് ചെയ്തിട്ട് തന്നെയാണ് ഞാനും വന്നത്. പിന്നെ 1.5 വർഷം പഞ്ചാബിൽ ഞാൻ പോസ്റ്റിംഗ് ആയപ്പോൾ അവിടെ പകൽ മുഴുവൻ നമ്മൾ ഡ്യൂട്ടി ഗ്രൗണ്ട് വർക്ക് നോക്കണം. രാത്രിയായി നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. ഒരു ദിവസം ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒന്നും സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം നൈറ്റ് ഡ്യൂട്ടി ആയാലും നമുക്ക് ഏറിയ ഒരു ദിവസം 24 മണിക്കൂറിൽ ഏറിയ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഉറങ്ങിയാലായി ഒരു ജവാൻ. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഡ്യൂട്ടി ഇല്ലാണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഇല്ലാണ്ട് കിട്ടിയ അത്രയും സന്തോഷം. അന്നേ ഉള്ളൂ നമുക്ക് മര്യാദയ്ക്കൊന്നും ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. ബാക്കിയുള്ള ദിവസം നമ്മൾ പകൽ മുഴുവൻ അവിടെ ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവും, നൈറ്റ് ആയാൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ പണ്ട് ഞാനും തോക്കൊക്കെ പിടിച്ച് ഗേറ്റിലും ഒക്കെ ഡ്യൂട്ടി നോക്കിയ ഒരാളാണ്. ഇപ്പം അതിന് പറ്റില്ല എന്നുള്ളൂ. അതൊക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പം എൻ്റെ ഇവിടുത്തെ എൻജോയ്മെൻറ്റ്സ്, അതായത് ഗെയിംസ്, എൻ്റെ സന്തോഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എനിക്കിപ്പോഴും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഞാൻ കഷ്ടപ്പാടും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത്, എൻ്റെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ പങ്കുവെക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ സഹതാപം കാണിച്ചിട്ട് ഇന്നേ വരെ ഞാൻ വീഡിയോ ചെയ്തില്ല. എൻ്റെ കഷ്ടപ്പാട് കാണിച്ചിട്ട് നിങ്ങളെല്ലാവരും സഹതാപം പിടിച്ചു പറ്റിയിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. ഞാൻ മുന്നേയും പറഞ്ഞെങ്കിൽ എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല വേറെ ഒന്നിനും വേണ്ടിയല്ല ഞാൻ വീഡിയോയും ചെയ്യാറ്. എൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസ് വന്നപ്പോൾ അതിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂസിലാണ് നിങ്ങൾ എന്നെ കാണുന്നതും പരിചയപ്പെട്ടതും ഒക്കെ. അപ്പോൾ ഇൻ്റർവ്യൂസിലൂടെ എനിക്ക് പറയാനുള്ള എൻ്റെ കഷ്ടപ്പാടോ ഞാൻ അനുഭവിച്ചതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷേ എൻ്റെ ചാനലിൽ ഇന്നേ വരെ എൻ്റെ സന്തോഷം അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പങ്കുവെച്ചില്ല. അതുകൊണ്ടാണ് ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ വന്ന കമൻറ്റിൽ പറയുന്ന പോലെ ആർമിന് ഒരിക്കലും ഗവൺമെൻറ് ജോബ് ഇല്ല, അവന് എല്ലാം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ പറയരുത്. അല്ലെങ്കിൽ നാട്ടുകാരായാലും ഫാമിലിയിലുള്ളവരാണേലും അവന് ഗവൺമെൻറ് ജോബല്ലേ, പൈസ ഇല്ലേ എല്ലാം പറഞ്ഞ് അവരെ മാറ്റി നിർത്തരുത്. മാറ്റി നിർത്തുക പറഞ്ഞാൽ അവരെ അത്രയും സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിലാക്കരുത്. കാരണം ഇവർക്ക് ഇത്രയും സൗകര്യം കിട്ടുന്നത് ഇതിന് പിന്നിൽ അവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിന്ന ആളെന്നെ ഞാൻ ജമ്മു കട്ട് ചെയ്തില്ല. എല്ലാവരും 3 വർഷമെങ്കിലും ജമ്മുവിൽ അത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് എനിക്കിത് പറ്റിയത്. അതുകൊണ്ട് ജമ്മു കട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കൂടെ എന്നെ ഗ്ലേസിയറിലുള്ള ആൾ പറഞ്ഞത് -50°C മേലെ അവിടുത്തെ കാലാവസ്ഥ. ആ കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം. ഒന്നാമത് ആ കാലാവസ്ഥയിൽ നമ്മൾ പൊരുത്തപ്പെട്ട് അവിടെ നിൽക്കണം. പിന്നെ അവിടുത്തെ ഭക്ഷണം, പിന്നെ അവിടുത്തെ ആ ബോർഡറിൽ നിന്നുള്ള എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ വീട്ടുകാരെ പോലും കാണാതെ ഒന്ന് വിളിക്കാൻ പോലും അവിടുന്ന് പറ്റാറില്ല. പിന്നെ ലേയിലുള്ള എൻ്റെ കമ്പനിക്കാരുണ്ട്, അവിടെ -30°C മേലെയാണ് അവിടുത്തെ കാലാവസ്ഥ. അപ്പോൾ അവിടെയും നിൽക്കുന്നവരെ കാര്യം ആലോചിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലാണ് ഏറ്റവും അടിപൊളി കാലാവസ്ഥ. അവിടെ നിൽക്കുന്നവർക്ക് ബാക്കിയുള്ള കാലാവസ്ഥയെ കുറിച്ചൊന്നും അറിയണ്ട. അപ്പോൾ ഞാനും പഞ്ചാബിൽ നിന്നപ്പോൾ അവിടെ ഒത്തിരി തണുപ്പുണ്ടായിരുന്നു. തണുപ്പുള്ള ടൈമിൽ നല്ല തണുപ്പാണ്, ചൂടുള്ളപ്പോൾ നല്ല ചൂടാണ്. അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ആർമീനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ഭൂരിപക്ഷം പേരും ആർമിക്ക് എത്രത്തോളം വേണ്ട പരിഗണന കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഇവർ പറഞ്ഞത് ഇവരും ആർമിയിലെ ലൈഫ് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ കഷ്ടപ്പാടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാമിലിയിലും ഒക്കെ ഇങ്ങനെ പറയുന്നവരുണ്ടാവും, അവന് ഗവൺമെൻറ് ജോബ് അല്ലേ, അവന് ഇനി എന്താ വേണ്ടത്, എല്ലാം സുഖമല്ലേ, രക്ഷപ്പെട്ടില്ലേ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാമെന്നുള്ളത്, ആർമി ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ മൂവിയിലൊക്കെ കാണുന്ന ലൈഫല്ല. വെറും തോക്കും പിടിച്ച് യുദ്ധം ഇങ്ങനത്തെ ഇതൊന്നല്ല ആർമിയിലെ ലൈഫ്. ആർമിയിൽ വന്നാലേ അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആർമി വേറൊരു ലോകം തന്നെയാണ്. അവിടെ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, എങ്ങനെയാണ് ജീവിത സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കണേ അവിടെ വന്നാലേ മനസ്സിലാവും. അപ്പം പുറത്തിരുന്നിട്ട് കുറേ വീഡിയോസോ അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ടിട്ട് ആർമിനെ ഒരിക്കലും വിലയിരുത്തരുത്. അപ്പോൾ അവിടുത്തെ ലൈഫും ഒക്കെ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. ഇപ്പോൾ മുന്നേ ഞാൻ നിൽക്കുകയാണ്, എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇതേപോലെ ക്വാർട്ടറിൽ നിന്ന് എൻജോയ് ചെയ്യാനോ സ്പെൻഡ് ചെയ്യാനോ സമയം കിട്ടുകയില്ല. ഞാൻ പഞ്ചാബിൽ നിന്നപ്പോഴും എനിക്കറിയാം, ഫോൺ ഉപയോഗിക്കാനേ സമയം കിട്ടില്ല. രാത്രി ഒരു 5 മിനിറ്റ് എൻ്റെ വീട്ടിലെ വിളിക്കാൻ കിട്ടിയാലായി, അത്രയേ ഉള്ളൂ.
ഉള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അന്നൊക്കെ രാത്രി ഒരു 5 മിനിറ്റ് ഫോൺ കിട്ടിയാൽ ബാക്കിയൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളും പകലും ഗ്രൗണ്ട് വർക്കും ഒക്കെയാണ്. അപ്പം ഇപ്പോൾ ഇത് അനുഭവിക്കുന്നവരാണ് എല്ലാ സോൾജേഴ്സും. അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് നമുക്ക് ഇത്രയും വെൽഫെയർ കിട്ടുന്നത്. അത്രത്തോളം അനുഭവിക്കാണ്ടായതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും വെൽഫെയറും തരും. ഇപ്പോൾ വേറൊരു ജോബായിട്ട് പോലും നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഗവൺമെൻറ് ജോബല്ലേ, അല്ലെ ഇത്ര ഫെസിലിറ്റി ഇല്ലേ അങ്ങനെ പറഞ്ഞ് ഇതാക്കരുത്. അവരെത്രത്തോളം യാതനകളോ അല്ലെ രാജ്യത്തിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ പോസിറ്റീവ് കമൻസ് മാത്രം പ്രതീക്ഷിച്ചിട്ടല്ല ഇടല്. നെഗറ്റീവ് കമൻസ് ഇതേപോലെ വരാം. പിന്നെ ഹൈഡാക്കി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഞാൻ ഹൈഡാക്കിയിട്ടില്ല. ഇത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കമൻറ്റ് എനിക്ക് നിങ്ങളെയും കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഈ അഗ്നിവീറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അഗ്നിവീറിൻ്റെ കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.